ഹലോ, നമസ്കാരം ഗായ്സ്. ഞാൻ ഇന്നലെ ചീര പറിച്ച സ്ഥലത്ത് കുറച്ച് കുക്കമ്പർ ഉണ്ടായി, കുക്കമ്പർ തൈ നട്ടിരുന്നു. അപ്പോൾ ആ പറിച്ച സ്ഥലത്ത് തന്നെ നമുക്ക് കുക്കമ്പറിന് ശേഷം ചെറിയൊരു പന്തൽ ഒരുക്കി കൊടുക്കണം. ചെറിയൊരു പന്തലാണെന്ന് പറയാം, ചെറിയൊരു കയറി പോകാൻ. അതിന് നമ്മൾ ഇവിടെ സിമ്പിളായിട്ട് ടെക്നിക്കാണ് ചെയ്യണേ. കുക്കമ്പറിൻ്റെ പന്തൽ ഇതുപോലെ ഒരു കയറി കെട്ടി കൊടുത്ത് മേലേക്ക് 2-3 കാല് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് കയറ്റാണ്. ശേഷം വലിയ വലിപ്പം കാര്യങ്ങളൊന്നും കൂടുതൽ കയറി പോകുന്നില്ല, കുറച്ചേ കയറി പോവുള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയൊരു പന്തൽ മതി കുക്കമ്പറിന്. പക്ഷെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ് കുക്കമ്പർ. അപ്പോൾ ഇത് ഏകദേശം ഫ്ലവറായി തുടങ്ങി, ആൺപൂ വിരിയിൽ തുടങ്ങി. ഏകദേശം 1-2 ആഴ്ച കൊണ്ട് കായ് തുടങ്ങും. അപ്പോൾ നമുക്കിത് ഒരു പന്തൽ പോലെ കെട്ടി കൊടുത്തിട്ട് നമുക്ക് കയറ്റാമെന്ന് കരുതി. അപ്പോൾ ഇന്നലെയാണ് ഇതിൻ്റെ ചുറ്റുപാട് ചീര ഉണ്ടായി. ആ ചീര പറിച്ചപ്പോഴാണ് ഇതിന് പന്തലൊരു ഇത് കിട്ടിയത്. മറ്റേ ഫുള്ള് ചീരയായിരുന്നു. ഇനി ഈ കുക്കമ്പർ പെട്ടെന്ന് വളരും. കാരണം ഇതുവരെ ചീരൻ്റെ ഉള്ളിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ചീര പറിച്ചപ്പോൾ നല്ല ഫ്രീ ആയി. ഇനി പെട്ടെന്ന് വളർച്ച ഉണ്ടാവും ഈ കുക്കമ്പറിന്. അപ്പോൾ നമുക്ക് കുറച്ച് ചമ്മലും കാര്യങ്ങളൊക്കെ പൊതിയൊക്കെ വെച്ച് കൊടുക്കണം. അങ്ങനെ കുറച്ച് അപ്പുറത്തിലേക്ക് കുക്കമ്പറിന് കുറച്ച് പൊത വെച്ച് കൊടുക്കാൻ ഇതുപോലെ ഉണ്ട്. അപ്പോൾ നല്ല വെയിൽ, നമ്മൾ നനക്കണ പൂലൊക്കെ അതേമാതിരി നിൽക്കും. ഇതുപോലെ കുറച്ച് പുല്ല് പറിച്ചിട്ട് ചുറ്റുഭാഗം വെച്ച് കൊടുക്കുക. ഇനി യാതൊരു വളം കാര്യങ്ങളും കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇതുപോലെ ചെയ്യുക. കണ്ടോ, ഇനി പെടപെടാന്ന് കയറി വരും. കാരണം പെട്ടെന്ന് കരഞ്ഞ് ഇതിൻ്റെ കുക്കമ്പറിൻ്റെ വളർച്ച. കാരണം ഇനി നനച്ച് കഴിഞ്ഞാൽ നല്ല പൂലും കിട്ടും, നല്ല തണുപ്പും കിട്ടും. പെട്ടെന്ന് കയറി വരും. നമുക്ക് 1-2 ആഴ്ച കൊണ്ട് കായ് പറിച്ചു കൊണ്ടിരിക്കുക. ശേഷം ഫ്ലവറായി തുടങ്ങി കുക്കമ്പറിന്. കണ്ടോ, എൻ്റെ കൃഷി രീതിയാണിത്. കണ്ടോ, ഇതുപോലെ പൊത വെച്ച് കൊടുക്കുക. നമ്മൾ പഴയ കാലത്തെ കൃഷി രീതി. ഇപ്പോൾ എല്ലാവർക്കും മടിയാണ് ഇതുപോലെ പൊതൊക്കെ വെച്ച് കൊടുക്കാൻ. കുറേ ഇംഗ്ലീഷ് വളം വാരിയിട്ടും അത്ര തന്നെ ഉള്ളൂ. പക്ഷേ ഇതാണ് ഒറിജിനൽ കൃഷി. കാരണം ഇതുപോലെ പൊത വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് നല്ല പച്ചപ്പിൽ വളരും. ഏത് ചെടിയായാലും, അതൊരു തെങ്ങ് തൈ ആയാലും ഏതായാലും. നമ്മൾ ഇപ്പോൾ ആരും പൊത വെച്ച് കൊടുക്കണില്ല. നമ്മൾ പൊത വെച്ച് കൊടുക്കണം. അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾക്ക് റിസൾട്ട്, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കൃഷി രീതി ഫുള്ള് ഇങ്ങനെ. ചീര നട്ടാൽ അതിൻ്റെ ഈ പൊത വെച്ചിട്ട് അതിൻ്റെ മേലെ മണ്ണിട്ട് അതിൻ്റെ മേലെ നടാണ്. യാതൊരു വളം കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത് മതി, ഈ പൊത മതി. ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ പൊത ഉണങ്ങും. അതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് നമുക്കൊരു 1-1.5-2 മാസത്തോളം കുക്കമ്പർ പറിച്ചു കൊണ്ടേയിരിക്കും. നല്ല കായ്ഫലം കിട്ടും. കണ്ടോ, ഇതുപോലെ ചെയ്യുക. നല്ല വൃത്തിയാക്കിയിട്ട് ഇതുപോലെ നല്ല വള്ളി വീശി തുടങ്ങിയിരിക്കുന്നു. കണ്ടോ, ഏകദേശം നല്ല വള്ളി വീശി തുടങ്ങിയിരിക്കുന്നു. ഇനി ഇതൊരു പന്തലും കെട്ടി കൊടുത്തിട്ട് നമ്മുടെ ചെറിയൊരു പന്തലിന് അവിടെ കെട്ടിക്കൊടുത്തിരുന്നു. ഏകദേശം ചെറിയൊരു പന്തൽ തന്നെ, കുഴപ്പമില്ലാത്തൊരു ചെറിയ പന്തൽ. കണ്ടോ, അപ്പോൾ അതുപോലെ നമ്മൾ കുക്കുമ്പർ കണ്ടോ, ഇതുപോലൊരു പന്തലും കെട്ടി കൊടുക്കണ്ടോ. ഇനി അതിമക്കളും വള്ളി വീശി കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കായ്ഫലം കിട്ടും. കണ്ടോ, ഇതുപോലെ ചെറിയ നോർമൽ പന്തൽ. ഇനി നമുക്ക് കുക്കമ്പറിൻ്റെ സീസണാണ് വരുന്നത്. തണുപ്പ് സമയം വരുന്നു, നല്ല കുക്കമ്പർ കായ്ക്കും. നല്ല ഇതാണ്. കണ്ടോ, ഇതുപോലെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുക്കമ്പർ ഉണ്ടാക്കിയിട്ട് നല്ല വിളവായിരുന്നു. ഇതുപോലെ ചെയ്തിട്ട് മെയിനായിട്ട് ഏതൊരു ചെടി നടുമ്പോഴും അതിന് നല്ല പൊത വെച്ച് കൊടുക്കുക. എന്നിട്ട് മണ്ണിട്ട് കൊടുത്ത് നല്ല ഉഷാറായിട്ട്. ഇതിപ്പുറത്ത് ഞാൻ പൊത വെച്ച് കൊടുത്തു. ഇവിടെയൊക്കെ ചീരയായിരുന്നു. ചീര പറിച്ചപ്പോഴാണ് കുക്കമ്പറിൻ്റെ തൈ കാണുന്നത്. അപ്പോഴാണ് ഇപ്പം മേലെ ഒരു പന്തലിട്ട് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ഒക്കെ പന്തലിട്ട് കൊടുത്തു. ഇതുപോലെ ചെയ്ത് കൊടുത്തു നോർമലായിട്ട്. ഇത് കുക്കമ്പർ സ്നോ വൈറ്റും ഉണ്ട്, സാധാ കുക്കമ്പറും, ഗ്രീൻ കളർ കുക്കമ്പർ. ഇത് സ്നോ വൈറ്റ് നല്ല അടിപൊളി കായ്ഫലം, മുട്ടനും കായുണ്ടാവും.